ഹരി കണ്ണു വെട്ടാത്ത റോഷനെ നോക്കി. ആ മുഖത്ത് അലങ്കാരമായി ഒന്നുമില്ല, പൊട്ട് കൺമിഷി അങ്ങനെ ഒന്നുമില്ല. എന്നാലും നല്ല ഭംഗിയാണ് കാണാൻ. വെളുത്ത് തൊടുത്ത കവളും ചുവന്ന ചുണ്ടും നിറയെ പേരിയുള്ള കണ്ണും കറുപ്പ് പുരികും, അങ്ങനെയെല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. താണ്ടിയുടെ നടുക്ക് ചെറിയൊരു കുഴിയുണ്ട്. ചിരിച്ചാൽ അതിങ്ങനെ എടുത്തു കാണിക്കും. എന്താണ് ഹരിക്കുട്ട? ഒരു മാതിരിപ്പെട്ട നോട്ടം. അവൻ്റെ കണ്ണുകൾ താടിയിൽ നിന്നും താഴേക്ക് പോയപ്പോൾ റോഷ്നി ചോദിച്ചു. ചുമ്മാ ഒക്കെ ഒന്ന് വിലയിരുത്തിയതാ, നല്ലതാണോ എന്നറിയണമല്ലോ. ഹരി ചിരിച്ചു. റോഷ്നി ഹോ എന്നോട് എന്ന ഭാവത്തിൽ പുരികം പൊക്കി. അതിങ്ങനെ നോക്കിയാൽ വിലയിരുത്താൻ പറ്റുമോ? ശരിക്കും പോലെ നോക്കണ്ടേ? റോഷ്നി കള്ളച്ചീരിയോടെ പറഞ്ഞുകൊണ്ട് അവളെ ടീഷർട്ട് പൊക്കാൻ നോക്കിയതും ഹരി വേഗം അത് തടഞ്ഞു. എൻ്റെ പൊന്നു കുഞ്ഞെ, വേണ്ടാത്ത ഒന്നും കാണിച്ചിട്ട് എന്നെ വഴി തെറ്റിക്കലേ. വല്ല കടുങ്കയും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കാര്യമില്ല. ഹരി ദയനീയമായി പറഞ്ഞു. പെണ്ണ് ഓരോന്നും കാണിച്ചാൽ ആദ്യത്തെ പോലെ പിടിച്ചു നിൽക്കാനോ മുഖം മാറ്റാനോ കഴിയില്ല. അവൾ വെട്ടിത്തിളയ്ക്കുന്ന വഴിയിലൂടെ അവളെക്കാൾ മുന്നിൽ പോകുമെന്ന ഒരവസ്ഥയിലാണ് അവനിപ്പോൾ. കടുങ്കൈ ചെയ്യ് ഹരിക്കുട്ട. റോഷ്നി ചുണ്ടു ചുളക്കി പറയുമ്പോൾ ഹരി അവളെ ബെഡിലേക്ക് മറിച്ചിട്ടു. ബെഡിലേക്ക് മലർന്ന് വീണവളെ ശരീരത്തിലേക്ക് ചെരിഞ്ഞു കിടന്നുകൊണ്ട് അവൻ റോഷ്നിയുടെ കവളിൽ കുത്തിപ്പിടിച്ചു. ചെയ്യുന്നു പറഞ്ഞാൽ ഞാൻ ചെയ്യും. പിന്നെ വേണ്ടിയിരുന്നില്ലെന്ന് തോന്നിയാൽ പോലും നമുക്കത് തീർത്താൻ കഴിഞ്ഞെന്ന് വരില്ല. നമ്മുടെ കല്യാണത്തിന് ഇനിയും 1 വർഷം, അതായത് 365 ദിവസം നമ്മൾ കഴിഞ്ഞു പോകണം. ഇങ്ങനെയൊക്കെ ഇപ്പം തന്നെ ചെയ്താൽ നമ്മുടെ സകല പ്ലാനും തെറ്റും. ഹരി കാര്യമായി പറയുമ്പോൾ റോഷ്നി ഒരു ചീരോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നാളെ എന്താകും ഏതാകും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ കുഞ്ഞിപ്പെണ്ണ് ഓരോന്നും കാണിച്ചിട്ട് എന്നെ ഇടങ്ങേറ് പിടിപ്പിക്കരുത്. ഹരി പറയുമ്പോൾ റോഷ്നി ചിരിച്ചു. അവൾ ചിരിച്ചപ്പോൾ തെളിഞ്ഞ അവളുടെ താടിച്ചുഴിയിലേക്ക് ഹരി അവൻ്റെ ചുണ്ട് പതിപ്പിച്ചു. ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ പിന്നെ ഒന്നും ചെയ്യാൻ പാടില്ല. അവൻ്റെ മുഖം പിടിച്ചു ഉയർത്തിക്കൊണ്ട് റോഷ്നി കൂറുമ്പോടെ പറഞ്ഞു. ഹരി പല്ല് കടിച്ചിട്ട് റോഷ്നിയുടെ കവളിൽ കുത്തിപ്പിടിച്ചു. അപ്പോഴും അവളുടെ ചുണ്ടിലെ ചിരി മാഞ്ഞിരുന്നില്ല. എന്തൊക്കെ സാധ്യം വേണ്ടത്? ഹരി അവളുടെ കോർത്ത് വന്ന ചുണ്ടിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. പറയാൻ വന്നതും ചോദിക്കാൻ വന്നതും അതല്ല, പക്ഷേ ആ ചുണ്ടിങ്ങനെ അവൻ്റെ നേരെ മനഃപൂർവ്വം കോർത്തു വന്നപ്പോൾ അവനറിയാതെ ചോദിച്ചു പോയി. അവനെ അവളുടെ ട്രാക്കിൽ കൊണ്ടുവരാൻ അവൾക്കറിയാം. വബയർ കിസ്. റോഷ്നി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ഹരി അവളെ തുറച്ചു നോക്കി. ചേർത്തൊന്നും കുട്ടിക്ക് അറിയില്ലല്ലേ? കടിച്ച് രക്തം വരുത്താനൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെതായ രീതിയിൽ ഒരു കിസ് തരും. ശ്രീഹരി സ്പെഷ്യൽ കിസ്. കുട്ടി അതുകൊണ്ട് തൃപ്തിപ്പെടണം. ഹരി പറയുമ്പോൾ റോഷ്നി കണ്ണു ചീമി. ഹരി റോഷ്നിയുടെ കോർത്ത് നിൽക്കുന്ന ചുണ്ടിലേക്ക് നോക്കി. അതുവരെ ഉണ്ടായിരുന്ന കളിയും ചിരിയും ഒക്കെ മാഞ്ഞു. പ്രണയത്തിനുമപ്പുറം അവിടെ വേറെന്തൊക്കെയോ നിറഞ്ഞു നിന്നു. റോഷ്നിയുടെ കവളിൽ കുത്തിപ്പിടിച്ച കൈ അവൻ അയച്ചതും ആ ചുണ്ടുകൾ അങ്ങനെ തന്നെ നിന്നു. അവൻ്റെ പിടുത്തത്തിലായതല്ലോ, അവളായി അങ്ങനെ കൂർപ്പിച്ചു വെച്ചതാണല്ലോ. അത് പതിയെ അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് വന്നു. ഹരിയുടെ വിരൽ പതിയെ ആ 2 ചുണ്ടിലും തഴുകി തലോടി അവയൊന്ന് വിടർത്തി. ശേഷം അതിലേക്ക് അവൻ്റെ മുഖം താഴ്ന്നു. കണ്ണുകൾ അടയ്ക്കാതെ അവൻ്റെ കണ്ണുകളിലേക്കും അവൻ്റെ ചുണ്ടുകളിലേക്കും മാത്രം നോക്കിക്കൊണ്ട് റോഷ്നി കിടന്നു. അവൻ്റെ ചുണ്ടുകൾ മുൻപ് അവളുടെ ചുണ്ടിൽ പതിഞ്ഞത് അവൻ്റെ നാവാണ്. കണ്ണുകൾ അടക്കില്ലെന്ന് കരുതി ഉറപ്പിച്ച് കിട്ടുന്നിട്ടും റോഷ്നിക്ക് അതിന് കഴിഞ്ഞില്ല. അവൾ അറിയാതെ തന്നെ അവളുടെ കണ്ണുകൾ പതിയെ അടഞ്ഞുപോയി. വേറിട്ടകന്നു നിൽക്കുന്ന 2 ചുണ്ടിലും മാറി മാറി ഒരുപോലെ അവൻ്റെ നാവിഴിഞ്ഞു. അവൻ്റെ ഉമ്മിന്തിൻ്റെ തണുപ്പ് ഒരുപോലെ അവളുടെ ചുണ്ടിലറിഞ്ഞു. റോഷ്നിയുടെ 2 കൈകളും ഹരിയുടെ തലയ്ക്ക് പിന്നിൽ ശക്തിയിൽ അമർന്നു. ഹരി നാവ് കൊണ്ട് അങ്ങനെ തന്നെ റോഷ്നിയുടെ ചുണ്ടിനെ വായിലാക്കി. അവർ റോഷ്നിയുടെ കീശുണ്ട് നുണഞ്ഞു വലിക്കുമ്പോൾ റോഷ്നി അവൻ്റെ മേൽച്ചുണ്ടിൽ അവളുടെ നാവുകൾ കൊണ്ട് തഴുകി. ഹരിയുടെ കൈ അവളുടെ കവളിലും കഴുത്തിലും ഒടിയിലുമൊക്കെ തഴുകിക്കൊണ്ടിരുന്നു. ഹരിയുടെ ചുണ്ടുകൾ ചുണ്ടിൽ നിന്നും അവളുടെ താടിയിലേക്കും അവിടുന്ന് അവളുടെ കഴുത്തിലേക്കും ഇറങ്ങി. ഒപ്പം അവൻ്റെ കൈകൾ അവൻ അറിയാതെ തന്നെ അവളെ ടീഷർട്ടിനുള്ളിലേക്കും കടന്നു. റോഷ്നി ഒന്ന് കുറുകി. വയറിൽ അവൻ്റെ വിരലുകൾ ഞെരിയുമ്പോൾ അവൻ്റെ പല്ലുകൾ കഴുത്തിൽ കിടക്കുന്ന ടീഷർട്ട് വലിച്ചു താഴ്ത്തി. ഇത്തിരിയധികം ഇറങ്ങിക്കിടക്കുന്ന ഭാഗത്തെ അവളുടെ മേനി അവൻ വായിലാക്കി നുണയുമ്പോൾ റോഷ്നിയുടെ 2 കാലുകളും അവൻ്റെ കാലിനെ ചുറ്റി വരിഞ്ഞു. ബെഡിലേക്ക് കിടപ്പ് വശമൊക്കെ മാറി. ഹരിയാണിപ്പോൾ ബെഡിൽ മലർന്നു കിടക്കുന്നത്. റോഷ്നി അവൻ്റെ മുകളിലാണ്. അവളുടെ ചുണ്ടുകളാണ് ഇപ്പോൾ അവൻ്റെ നെഞ്ചിൽ. അവൻ്റെ കുറുകലാണ് ഇപ്പോൾ ആ റൂമിൽ നിറഞ്ഞു നിൽക്കുന്നത്. അവളുടെ മുഖം നെഞ്ചിൽ നിന്നും പൊക്കി മാറ്റാൻ കഴിയാതെ വന്നപ്പോൾ ഹരി വീണ്ടും പറഞ്ഞു. ബെഡിൽ മലർന്നു കിടക്കുന്ന അവളുടെ മുഖം മൊത്തം അവൻ ചുംബിച്ചു. വാ തുറന്ന നെഞ്ചിലെ അവളുടെ ടീഷർട്ട് നനയ്ക്കുമ്പോൾ റോഷ്നിയുടെ ശബ്ദം മൂർച്ഛത്തിലായി. ഹരി റോഷ്നിയുടെ ശരീരത്തിലേക്ക് പൂർണ്ണമായും കയറി കിടന്ന നിമിഷം പാതി അടഞ്ഞ കണ്ണുകൾ 2 പേരും പകപ്പോടെ വരച്ചു തുറന്നു. ഹരി പെട്ടെന്ന് അവളിൽ നിന്നും ഇറങ്ങി കമിഴ്ന്ന് കിടന്നു. റോഷ്നി കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചു. കുറച്ചു നേരം അവർക്കിടയിൽ കനത്ത നിശബ്ദത നിറഞ്ഞു നിന്നു. വീട്ടിൽ മുറുകിയ കൈ അയച്ചുകൊണ്ട് റോഷ്നി അവളുടെ മാറിൽ തൊട്ടു. ആ ഭാഗം ടീഷർട്ട് നനഞ്ഞ് കുതിർന്നിട്ടുണ്ട്.
റോഷ്നിയുടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. ആ ചിരിയോടെ ഹരിയെ നോക്കുമ്പോൾ അവൻ അപ്പോഴും കമിഴ്ന്നു കിടക്കുകയാണ്. ഹരിക്കുട്ടാ, കയ്യിൽ നിന്ന് പോയോ? അവന് നഗ്നമായി പുറത്ത് അവളുടെ കവിളുകൾ അമർത്തി കിടന്നുകൊണ്ട് ഒരു ചോദ്യം. അപ്പം ഇടത്തെ കൈകൊണ്ട് അവൻ്റെ പുറത്തെ ചുറ്റി പിടിച്ചിട്ടുണ്ട്. ഹരി ഒന്നും മിണ്ടിയില്ല. പിന്നൊന്ന് ഇളകി മറിഞ്ഞതും റോഷ്നി ബെഡിലേക്ക് കിടന്നു. ഹരി ആ കിടപ്പിൽ നിന്ന് എഴുന്നേറ്റു. റോഷ്നി മലർന്ന് കിടന്നുകൊണ്ട് അവനെ നോക്കി. അവൻ്റെ നോട്ടം നനഞ്ഞവളെ ടീഷർട്ടിൻ്റെ മുൻഭാഗത്തേക്ക് നീണ്ടു. മതി മതി, ഇത് ശരിയാവില്ല, നീ എണീറ്റേ, നമുക്ക് പോവാം. ഇത് നടക്കില്ല. ഞാൻ അങ്ങനെയൊന്നും കരുതിയില്ല. ഇതിപ്പോൾ എന്തൊക്കെയോ പറയാൻ വന്നിട്ട് പറയാൻ കഴിയാതെ അവൻ നിർത്തി. റോഷ്നിയുടെ ചിരിച്ച മുഖം പെട്ടെന്ന് വാടി. എഴുന്നേൽക്ക് റോഷ്നി, നമുക്ക് പോവാം. നിന്നെ വീട്ടിലാക്കി തരാം, അല്ലെങ്കിൽ നിറയെ ആളുകളുള്ള എങ്ങോട്ടെങ്കിലും പോവാം. ഇത് നടക്കില്ല, എനിക്ക് പറ്റില്ല. റോഷ്നിയുടെ വാടിയ മുഖത്തേക്ക് നോക്കി നോട്ടം മാറ്റിക്കൊണ്ട് അവൻ പറഞ്ഞു. ഒപ്പം വീട്ടിലേക്കിരുന്നു. റോഷ്നി അവൻ്റെ തോളിലേക്ക് ചാഞ്ഞിരുന്നു. ഞാൻ ഇനി ഒന്നിനും വരില്ല ഹരിക്കുട്ട, അടങ്ങി ഒതുങ്ങിയിരുന്നോളാം. പ്രലോഭിപ്പിക്കാൻ വരില്ല, സത്യമായിട്ടും. ഹരി മുഖം ചെരിച്ചുകൊണ്ട് അവളെ നോക്കിയപ്പോൾ റോഷ്നി നിഷ്കളങ്കമായി പറഞ്ഞു. ഹരി അവളെ തോളിലൂടെ കൈയിട്ട് അവനിലേക്ക് ചേർത്തിരുത്തി. നിന്റെ പ്രലോഭനത്തിൽ വീണിട്ടില്ല കുഞ്ഞി. എനിക്ക് കൺട്രോൾ കിട്ടാഞ്ഞതുകൊണ്ടാണ്. നീ അടുത്തുണ്ടാകുമ്പോൾ എനിക്ക് ആദ്യത്തെ പോലെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഹരി പറയുന്നതിനൊപ്പം റോഷ്നിയുടെ നെറ്റിയിൽ അവനൊന്ന് മുത്തി. റോഷ്നി അവൻ്റെ കവിളിൽ മുത്തി. ഹരി ആ നിമിഷം അവളെ തുറച്ചു നോക്കി. കണ്ടോ, ഇതാണ് പ്രശ്നം. ആർക്കെങ്കിലും ഒരാൾക്ക് ഇത്തിരി കൺട്രോൾ വേണം. ഇത് ഞാൻ ഒരുമ തന്നാ നീ അത് തടുക്കുന്നതിന് പകരം തിരിച്ചൊരു 4 ഉമ്മ തരും. അതാണ് പ്രശ്നം. ഹരി പറയുമ്പോൾ റോഷ്നി വീണ്ടും നിഷ്കളങ്കമായി അവനെ നോക്കി. ആ നോട്ടത്തിൽ വീണ്ടും ഹരി വീണു. രണ്ടുപേരും പിന്നെ റൂമിലിരുന്നില്ല, നേരെ താഴേക്കിറങ്ങി. അടുക്കളയിൽ കയറി ഹരി കോഫി ഉണ്ടാക്കുകയാണ്. അപ്പോഴാണ് റോഷ്നി അവൻ്റെ റിങ് ചെയ്യുന്ന ഫോൺ കണ്ട് അങ്ങോട്ട് വന്നത്. ഏതൊരു പ്രസാദ്. ഫോണിൽ പേര് വായിച്ചുകൊണ്ട് അതവൻ്റെ നേരെ നീട്ടി. ഹരി വലത്തെ കൈ കൊണ്ട് അത് വാങ്ങി ചെവിയിലേക്ക് വെച്ചു. റോഷ്നി അവൻ്റെ മുഖത്തേക്ക് നോക്കി. സംസാരിക്കുമ്പോൾ വിടരുന്ന അവൻ്റെ ചുണ്ടുകൾ, ചുരുങ്ങുന്ന കണ്ണുകൾ. റോഷ്നി കൈ നീട്ടി അവൻ്റെ മീശയിലൊന്ന് തൊട്ടു. ഹരി ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ നോട്ടം കണ്ടപ്പോൾ റോഷ്നി ചിരിച്ചു കാണിച്ചു. അപ്പോഴും അവൻ്റെ മീശയിൽ നിന്ന് അവൾ ആ കൈ പിന്നിലേക്ക് വലിച്ചില്ല. പതിയെ ആ മീശയിൽ തൊട്ടു. അത് പിരിച്ചു വെച്ചു. ഓ സൂപ്പർ. റോഷ്നി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറയുമ്പോൾ ഹരി അവളെ നോക്കി കണ്ണോട്ടി. റോഷ്നി ഒന്ന് ചിരിച്ചു കൊടുത്തു. ഹരി ഗ്യാസ് ഓഫ് ചെയ്ത് സ്ലാബിൽ ചാരി നിന്നപ്പോൾ റോഷ്നി അവൻ്റെ മുന്നിലേക്ക് നിന്നു. ഹരി കണ്ണു കുറിപ്പിച്ചുകൊണ്ട് അവളെ നോക്കി. ഇല്ല ചേട്ടാ, ഞാൻ ആ സൈറ്റ് നോക്കിയിട്ടില്ല. നിങ്ങൾ പോയി നോക്കിയാൽ എനിക്ക് ഓക്കെയാണ്. ഇപ്പോഴത്തെ പണി എന്തായി? ഹരി ഫോണിൽ തന്നെയാണ്. റോഷ്നി അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് അവൻ്റെ കാലിൻ്റെ മുകളിൽ കയറി നിന്നു. ഒന്ന് പിന്നിലേക്ക് നീങ്ങിയപ്പോൾ ഹരി വേഗം ഇടത്തെ കൈ കൊണ്ട് അവളെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു. ഹരി റോഷ്നിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഫോണിൽ മൂളി. റോഷ്നി അവൻ്റെ ചുണ്ടിലേക്ക് നോക്കിക്കൊണ്ട് അവളെ ചുണ്ടൊന്ന് നനച്ചു കൊടുത്തു. ഹരി വേഗം കണ്ണുകളടച്ചു. ആ നിമിഷം തന്നെ അവളെ നനഞ്ഞ ചുണ്ടിൻ്റെ തണുപ്പ് അവൻ്റെ ചുണ്ടിലറിഞ്ഞു. ഹരി അവളെ ഇടുപ്പിൽ പിടിച്ച കൈ അവിടെ മുറുക്കി. ഇടങ്ങേറി പിടിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുവാണ്. ഫോണിൽ തന്നെ അവൻ മൂളി. റോഷ്നിയുടെ ചുണ്ടുകൾ അവൻ്റെ ചുണ്ടിൽ കൂടുതൽ അമർന്നു. നുണഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ ചുണ്ടുകൾ വലിച്ചു പിടിച്ചു. ഫോണിൽ നിന്ന് ശബ്ദം കേട്ടപ്പോൾ ഹരി അവളെ ചുണ്ടിൽ അമർത്തി ഒരു കടി കൊടുത്തു. റോഷ്നി അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവൻ്റെ ചുണ്ടിൽ നിന്നും പിടിവിട്ടു. നമുക്ക് നോക്കാം, പ്ലാൻ അയച്ചോളൂ, ഞാൻ എഞ്ചിനീയറോട് പറഞ്ഞോളാം. റോഷ്നി ഒന്ന് നോക്കി പേടിപ്പിച്ചുകൊണ്ടാണ് അവനെന്ന് പറഞ്ഞത്. റോഷ്നി ഒന്ന് ചുണ്ടു കൊട്ടിക്കൊണ്ട് അവൻ്റെ കഴുത്തിലേക്ക് മുഖം അമർത്തി. ഒരു ഷോർട്സ് മാത്രമാണ് അവൻ്റെ വേഷം. അപ്പം റോഷ്നി അവളെ അവനിലേക്ക് അമർത്തി വെച്ചു. ഇനിയും ഉമ്മ വയ്ക്കാൻ തോന്നുക ഹരിക്കുട്ട, മതിയാവുന്നില്ല. അവൻ്റെ നെഞ്ചിലും കഴുത്തിലും ഉമ്മ വെച്ചുകൊണ്ട് അവൻ്റെ അടുത്ത ചെവിയിലേക്ക് ചുണ്ടുകൾ അടുപ്പിച്ചുകൊണ്ട് അവൾ അവന് കേൾക്കാൻ തരത്തിൽ പതിയെ പറഞ്ഞു. ഞാൻ വിളിക്കാം ചേട്ടാ, പിന്നെ വിളിക്കാം. ആ വിളിക്കാം. മറുപടിക്ക് കാത്തു നിൽക്കാതെ ഫോൺ ചെവിയിൽ നിന്നും എടുക്കലും കട്ടാക്കലും കഴിഞ്ഞതും റോഷ്നി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഹരി ഫോൺ സ്ലാബിൽ വെച്ചുകൊണ്ട് റോഷ്നിയെ പൊക്കിയെടുത്ത് അവിടെ കയറ്റിയിരുത്തി. റോഷ്നി അവനെ നോക്കി ചിരിക്കുമ്പോൾ ഹരി ആ അടുക്കളയിലെ വെളിച്ചം കെടുത്തി ഹാളിൽ നിന്നുമുള്ള നീരി വെളിച്ചം മാത്രം ആ നിലത്തേക്ക് അടിച്ചു. ആ വെളിച്ചത്തിലേക്ക് റോഷ്നിയുടെ ടീഷർട്ട് വന്ന് വീണു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഹരിയുടെ ആ നീക്കത്തിൽ റോഷ്നി ശരിക്കും ഞെട്ടി. ആ ഞെട്ടൽ ആ ശബ്ദത്തിൽ പുറത്തേക്ക് വന്നു. കുറെ നേരമായി അവളെ എത്രയെന്ന് വെച്ചാ മനുഷ്യൻ സഹിക്കുക. മങ്ങിയ വെളിച്ചത്തിലൊരു മുരൾച്ച പോലെ പറഞ്ഞുകൊണ്ട് ഹരി അവളെ ശരീരത്തിലേക്ക് അമർന്നു നിന്നു. നഗ്നമായ അരികിൽ മുകളിലുള്ള ഭാഗങ്ങൾ പരസ്പരം കൂട്ടിമുട്ടിയപ്പോൾ അവരിൽ നിന്നും ഒരുപോലെ ഒരു കിതപ്പ് പുറത്തേക്ക് വന്നു. ഹരിയുടെ കൈകളുടെയും ചുണ്ടുകളുടെയും മുറുക്കത്തിൽ റോഷ്നി പിന്നിലേക്ക് വളഞ്ഞുപോയി. 2 കൈകളും പിന്നിലേക്ക് വളച്ചു കുത്തിയിരിക്കുമ്പോൾ ഹരിയുടെ നാവുകൾ അവളുടെ വിയർപ്പ് രുചിച്ചുകൊണ്ടിരുന്നു. കുത്തിവെച്ച് അവളുടെ കൈ മുകളിലേക്ക് പിടിച്ചുകൊണ്ട് മുഖം അങ്ങോട്ട് അമർത്തി അവളുടെ വിയർപ്പിൻ്റെ ഗന്ധം വലിച്ചെടുക്കുമ്പോൾ റോഷ്നി
ഇരുന്നിടത്തു നിന്നും പൊളഞ്ഞു. എത്ര സമയം, ഒരുപാട് സമയം ആ ഗ്യാസിൽ നിന്ന് പാല് ചൂടാറി തണുത്ത് മുകളിൽ പാട കെട്ടി. അപ്പോഴും അവരങ്ങനെ നിൽക്കുകയാണ്. റോഷ്നി ഇരുന്ന് ഹരി നിന്നു. അവർ സ്നേഹിക്കുക തന്നെയായിരുന്നു. അപ്പോഴും ഹരിയുടെ മുഖമോ കയ്യോ അവളിൽ നിന്നും താഴേക്ക് പോയിരുന്നില്ല. മതി, എനിക്ക് വയ്യ. ഹരിയുടെ മുഖം അവളുടെ നെഞ്ചിൽ നിന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് കിതപ്പോടെ റോഷ്നി പറഞ്ഞു. രണ്ടുപേരും വിയർത്ത് കുളിച്ചിരുന്നു. ഹരി ഒന്നും മിണ്ടാതെ റോഷ്നിയുടെ ഷോട്ടിൽ മുഖം അമർത്തി കുറച്ചു നേരം കിടന്നു. ഇനി പ്രലോഭിപ്പിക്കാൻ വരുമോ? അങ്ങനെ കിടന്നുകൊണ്ട് റോഷ്നിയുടെ കഴുത്തിടുക്കിലൂടെ മുഖം അമർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു. വരും, ഞാൻ വരും. റോഷ്നി അവൻ്റെ കൈ പിടിച്ചെടുത്ത് അതിൽ അമർത്തി മുത്തിക്കൊണ്ട് പറയുമ്പോൾ ഹരി ഒന്ന് ചിരിച്ചു. ഈ പെണ്ണിനെ കൊണ്ടെന്ന പോലെ. എന്നാ ഒന്നുകൂടെ നോക്കാം. അയ്യടാ, ഇനി നാളെ. അതും പറഞ്ഞുകൊണ്ട് അവനെ തള്ളി മാറ്റി നിലത്ത് കിടക്കുന്ന ടീഷർട്ട് എടുത്തിട്ടുകൊണ്ട് അവൾ ഹാളിലേക്ക് ഓടി. പിന്നാലെ ഹരിയും. രണ്ടുപേരും കൂടെ ചുമ്മാ ആ ഹാളിലൂടെ ഓടിക്കളിച്ചു. ഒടുക്കം ഹരി റോഷ്നെ പിടിച്ചുകൊണ്ട് സെറ്റിലേക്ക് കിടന്നു. കുറെ തല്ലുകൂടിയും കുറെ സ്നേഹിച്ചും കുറെ തർക്കിച്ചും അവർ ആ സെറ്റിയിൽ കിടന്നു. ഇനി മതി കുഞ്ഞി, നമുക്ക് വീട്ടിൽ പോയാലോ? ഇനിയും വൈകൽ മോശമല്ലേ? മലർന്നു കിടക്കുന്ന ഹരിയുടെ നെഞ്ചിൽ കമിഴ്ന്നു കിടക്കുന്ന കുഞ്ഞിയുടെ തലമുടിയിൽ തലോടിക്കൊണ്ട് ഹരി പതിയെ ചോദിച്ചു. കൊണ്ടുചെന്നാക്കാൻ മനസ്സുണ്ടായിട്ടില്ല, പക്ഷേ പോയില്ലേ പറ്റൂ. നമുക്ക് ഒളിച്ചോടിയാലോ? അവൻ ചോദിച്ചതിന് മറുപടി ഒന്നും പറയാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി റോഷ്നി ചോദിക്കുമ്പോൾ ഹരി അവളെ നിന്ന് നോക്കി. നേരം വെളുത്തിട്ട് മതിയോ? ഹരി കളിയാക്കി ചിരിക്കുമ്പോൾ റോഷ്നി ചുണ്ടുകൂട്ടി. ഹരി അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് എഴുന്നേറ്റു. മുകളിൽ പോയി ഡ്രസ്സ് മാറ്റി രണ്ടുപേരും പോകാനിറങ്ങി. സമയം 10 കഴിഞ്ഞിട്ടുണ്ട്. സമയം 10 കഴിഞ്ഞു. പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിച്ച് ചെല്ലുമ്പോൾ എങ്ങനെയാണെങ്കിലും 11 ആകും. നാണക്കേട്. കാറിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹരി പറഞ്ഞു. റോഷ്നി അതിനൊന്നും ചിരിച്ചുകൊണ്ട് അവൻ്റെ ഇടത്തെ കൈയിലേക്ക് ചാരി. അതിനൊന്നും നേരില്ല ഹരിക്കുട്ട. അച്ഛനും അമ്മയും അല്ലാത്ത എല്ലാവരും അവിടെ റൂമിൽ കയറി കാണും. ഇനി കാറിൽ നിന്നും ഇറങ്ങണ്ട. എന്നെ ഇറക്കിയിട്ട് തിരിച്ചു വയ്ക്കോ? അമ്മ വിളിച്ചോ? പിന്നെ അമ്മ മാത്രമല്ല, ഏട്ടനും മേടത്തെയും വിളിച്ചു. ഇവിടെ നിന്ന് ഇറങ്ങി പുറത്താണ് വരാൻ 11 ആകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. റോഷ്നി കണ്ണു ചിമ്മി പറയുമ്പോൾ ഹരി അവളെ നെറ്റിയിലൊന്ന് മുത്തി. ആ സീറ്റ് ബെൽറ്റ് ഇട്ടേ. എല്ലായിടവും ക്യാമറയാണ്. അവളെ ഇരിപ്പ് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിലും അത് നല്ലതിനല്ലെന്ന് തോന്നിയപ്പോൾ അവൻ പറഞ്ഞു. പിന്നെ ഒരു 500 രൂപ ഫൈൻ കൊടുക്കാൻ നിന്റെ അടുത്തില്ലേ? റോഷ്നി അങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ ഹരിയെ നോക്കി കണ്ണോട്ടി. 500 രൂപയുടെ കാര്യമല്ല, നമ്മുടെ ജീവന്റെ കാര്യമാണ്. നേരെ ഇരുന്ന് ആ സീറ്റ് ബെൽറ്റ് ഇട്. എനിക്ക് വയ്യ. ബെൽറ്റ് ഇട്ടാൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല, ഒരു സുഖം കിട്ടില്ല. അതും പറഞ്ഞിട്ട് റോഷ്നി ഒന്നുകൂടെ ഹരിയുടെ കയ്യിൽ ചുറ്റി പിടിച്ചുകൊണ്ട് അവരിലേക്ക് ചേർന്നിടും. ഹരി പിന്നെ ഒന്നും പറഞ്ഞില്ല. ആ നെറ്റിയിലൊന്നും മുത്തി. എനിക്ക് ഹരി ഉമ്മ വയ്ക്കാൻ തോന്നും. അവൻ്റെ കയ്യിൽ ചുറ്റി പിടിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് അവളത് പറഞ്ഞത്. ഇനി ഉമ്മ വെച്ചാൽ സത്യമായും ഇങ്ങനെ ഞാൻ ചാവട്ടി പുറത്ത് കളയും. ഹരി ഇത്തിരി കടുപ്പിച്ചു പറയുമ്പോൾ റോഷ്നി ചിരിച്ചു. കണ്ണു വെട്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. ഹരി അവളെ നോക്കാതെ മുന്നിലെ റോഡിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് വണ്ടി ഓടിക്കുകയാണ്. റോഷ്നി അവൻ്റെ മുഖത്തിന് നേരെ മുഖം കൊണ്ടുവന്ന് ആ കവളിൽ അമർത്തി ഒരു ഉമ്മ കൊടുത്തു. ഹരിയുടെ ചുണ്ടിൽ ഒരു ചിരി തിരിഞ്ഞു. ആ ചിരിയോടെ അവൻ അവളുടെ നെറുകയിലൊന്ന് മുത്തിക്കൊണ്ട് റോഡിലേക്ക് നോക്കുമ്പോൾ എതിരെ വന്ന ഒരു വണ്ടി പാഞ്ഞു വന്ന് അവൻ്റെ കാറിൽ തട്ടി തെറിപ്പിച്ച് കഴിഞ്ഞിരുന്നു. 2-3 സെക്കൻഡ്. വായിൽ നിന്ന് രക്തം വന്ന് സ്റ്റിയറിങ്ങിൽ കവിൾ അമർത്തി കിടക്കുമ്പോൾ ഹരിയുടെ അടഞ്ഞു പോകുന്ന കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് അവൻ തൊട്ടടുത്ത സീറ്റിലേക്ക് നോക്കി. അവിടെ ശൂന്യമായിരുന്നു. കുഞ്ഞേ. കണ്ണുകൾ അടഞ്ഞ് ബോധം പോകുമ്പോൾ കണ്ണിൽ നിന്ന് മുഴുകിയിറങ്ങിയ കണ്ണുനീർ തുള്ളികൾക്കൊപ്പം അവൻ്റെ ശബ്ദവും മാഞ്ഞുപോയി. ലച്ചു പെട്ടെന്ന് കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് ഒരു ഞെട്ടലോടെ ബെഡിൽ എഴുന്നേറ്റിരുന്നു. അവളുടെ ഇരിപ്പും ഞെട്ടലും കണ്ട് ലാപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നവൻ ലച്ചുവിൻ്റെ ഷോട്ടിൽ പതിയെ തട്ടി. രണ്ടുപേരും ബെഡിൽ കിടക്കുകയാണ്. ഹെഡ് റെസ്റ്റിലേക്ക് ചാരി അതിലേക്ക് ഇരിക്കുമ്പോൾ അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി കിടന്ന് ഉറങ്ങിട്ടവളാണ് ഇരിക്കുന്നത്. ശ്രീ. റയാൻഷ് വിളിച്ചതും ലച്ചു അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തുപറ്റി? വേണ്ടത്ത പോലെ സ്വപ്നം കണ്ടോ? അവളെ വലിച്ചവനെ നെഞ്ചിലേക്കിട്ട് മുഖത്ത് തലൊഴിക്കൊണ്ട് അവൻ ചോദിച്ചു. സ്വപ്നമൊന്നും കണ്ടില്ല, ആരോ വിളിച്ച പോലെ. ലച്ചു ആലോചനയോടെ പറഞ്ഞുകൊണ്ട് റയാൻഷിന്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി. കണ്ണൊക്കെ എന്തിനെന്നറിയാതെ നിറയുന്ന പോലെ ഒരു പേടി, വല്ലാത്തൊരു സങ്കടം തോന്നിയതാകും. ഉറങ്ങിക്കോ. അതും പറഞ്ഞുകൊണ്ട് റയാൻഷ് ലച്ചുവിന്റെ തലമുടിയിൽ പതിയെ തലോടിക്കൊണ്ടിരുന്നു. കുഞ്ഞി വന്നോ? അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ ലച്ചു ചോദിച്ചു. റയാൻഷ് ലാപ്പിലേക്ക് നോക്കി. സമയം 12 കഴിഞ്ഞിട്ടുണ്ട്. വന്നു കാണും. 11 ആകുമ്പോഴേക്കും വരാന്നല്ലേ പറഞ്ഞത്? റയാൻഷ് പറയുമ്പോൾ ലച്ചു നെഞ്ചിൽ മുഖമുയർത്തി സമയം നോക്കി. പിന്നെ എഴുന്നേറ്റ് ടേബിളിരുന്ന അവളെ ഫോൺ എടുത്തു. റയാൻഷ് അത് കണ്ടെങ്കിലും ഒന്നും മിണ്ടിയില്ല. അവൾക്ക് അവളെ ഏട്ടനെ വിളിച്ചാൽ സമാധാനം കിട്ടുമെങ്കിൽ കിട്ടട്ടെ. ഏട്ടന് അടിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഫോൺ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്. 1-2 തവണ ഫോൺ അടിച്ച ശേഷം ലച്ചു പേടിയോടെ കരഞ്ഞുകൊണ്ട് റയാൻഷിനെ നോക്കി പറഞ്ഞു. അതിനെന്തിനാ സ്ത്രീ കരയുന്നത്? കരച്ചിൽ നിർത്തിയേ. അവൻ ഉറങ്ങി കാണും. ഫോണിൽ ചാർജ് കാണില്ല.
റയൻ ഇത്തിരി ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് ലച്ചുവിന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി അവന് അടിച്ച് സ്വിച്ച് ഓഫ് ആണ്. കുഞ്ഞിയുടെ ഫോണിലേക്കൊന്ന് അടിച്ചു നോക്കിക്കേ, എന്തായി അറിയാലോ. ലച്ചു പറയുമ്പോൾ റയൻ റോഷ്നിയുടെ ഫോണിലേക്കും അടിച്ചു. ഇല്ല, കോൾ പോകുന്നില്ല. റയൻഷിന്റെ പുരികൻ ചൊളിഞ്ഞു. കോൾ പോകുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. വന്നിട്ട് അങ്ങനെ കിടന്നുറങ്ങിക്കാണും. ഞാൻ പോയി ചോദിച്ചു നോക്കാം, നീ കിടന്നോ. റോഷ്നിക്ക് കോൾ പോകുന്നില്ലെന്ന് അവളോട് പറയാതെ റയൻഷ് ബെഡിൽ നിന്നും ഇറങ്ങി. എന്തോ അവന്റെ വാക്കുകൾ അവൾക്കത്ര വിശ്വാസം വന്നില്ല. ഞാനും വരാം. വേണ്ട ശ്രീ, നീ കിടന്നോ, ഞാൻ അവളെ നോക്കിയിട്ട് വരാം. അതും പറഞ്ഞിട്ട് അവൻ വേഗം അവന്റെ ഫോണും കയ്യിലെടുത്ത് വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. ഒപ്പം വാതിൽ പാതിച്ചാരനും മറന്നില്ല. ലച്ചു ഉണ്ടോ അവിടെ ഇരിക്കണം. അവൻ പോയതിന് പിന്നാലെ അവളും വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. റയൻഷ് നേരെ പോയത് റോഷ്നിയുടെ റൂമിലേക്കാണ്. വാതിൽ തുറന്ന ലൈറ്റ് ഓണാക്കി ബെഡിലേക്ക് നോക്കിയപ്പോൾ യാതൊരു അനക്കവുമില്ല. റോഷ്നി പോയി വന്നതിന്റെ ഒരു ലക്ഷണവും ആ റൂമിലില്ല. ഫാനോ എ സി ഒന്നും ഓണല്ല. അതുവരെ തോന്നാത്ത ഒരു ടെൻഷൻ അവന്റെ മനസ്സിൽ നിറഞ്ഞു. വാതിൽ തുറന്നതുപോലെ അടച്ചുകൊണ്ട് അവൻ താഴേക്ക് നടന്നു. ഹാളിൽ സുഭദ്രയും ദേവേന്ദ്രനും അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷനോടെ നടക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ അവന്റെ ടെൻഷൻ ഇരട്ടിച്ചു. കുഞ്ഞു വന്നില്ലേ അമ്മേ? അവിടെ അടുത്തേക്ക് സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ട് അവൻ ചോദിച്ചു. ഇല്ലടാ, കാണാനില്ല. രണ്ടുപേരുടെ ഫോണിലേക്ക് മാറി മാറി വിളിക്കുന്നുണ്ട്. പോകുന്നില്ല, ഓഫാണെന്ന് പറയുന്നത്. 10 മണിക്ക് വിളിച്ചപ്പോൾ ഇറങ്ങിയതെന്നും ഫുഡ് കഴിച്ചിട്ട് വരുമെന്നും പറഞ്ഞത്. ഞാൻ പിന്നെ ഒന്ന് കിടന്നുറങ്ങി. എഴുന്നേറ്റ് നോക്കുമ്പോൾ സമയം 12. ഈ നേരം വരെ വന്നിട്ടില്ലെന്ന് കണ്ടപ്പോൾ വിളിച്ചു നോക്കിയതാ. അതും പറഞ്ഞിട്ട് സുഭദ്ര അവിടെ നെഞ്ചൊഴിഞ്ഞു. പിന്നിൽ നിന്നും അടക്കി പിടിച്ച തേങ്ങകൾ കേട്ടപ്പോൾ കയ്യിലുള്ള ഫോണിൽ ഹരിയുടെ നമ്പറിലേക്ക് അടിക്കാൻ തുടങ്ങിയവൻ തിരിഞ്ഞു നോക്കി. കണ്ണ് നിറച്ചുകൊണ്ട് നിൽക്കുന്ന ലച്ചുവിനെ കണ്ടപ്പോൾ റയൻഷ് കണ്ണുകൾ മുറുക്കി അടച്ചു തുറന്നു. നിന്നോട് ഞാൻ കിടക്കാൻ പറഞ്ഞില്ലേ ശ്രീ? അവൾക്ക് നേരെ വലം കൈ നീട്ടിക്കൊണ്ടാണ് അവനത് പറഞ്ഞത്. ലച്ചു സ്റ്റെപ്പ് ഇറങ്ങി അവന്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി. അവൻ അവളെ ഒരു കൈ കൊണ്ട് അങ്ങനെ തന്നെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് മറ്റേ കൈ കൊണ്ട് ഹരിയുടെ ഫോണിലേക്ക് വിളിച്ചു. ഇല്ല, പോകുന്നില്ല. ഇനി നമ്മളിന്ന് പറ്റിക്കാൻ വേണ്ടി രണ്ടും കൂടെ മനഃപൂർവ്വം ചെയ്യുന്നത് ആകോ? സുഭദ്ര അവിടെ മനസ്സിൽ തോന്നിയ സംശയം ചോദിച്ചു. ഏയ്, ഹരി അതിനൊന്നും സമ്മതിക്കില്ല. സുഭദ്രയുടെ ആ സംശയത്തിന് അപ്പൊ തന്നെ അവൻ മറുപടി കൊടുത്തു. റോഷ്നിയുടെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ കൂടെ അതിന് ഹരി നിന്നു കൊടുക്കില്ല. അഥവാ നിന്നു കൊടുത്താൽ അവൾ അറിയാതെ അവൻ എനിക്ക് വായിക്കേണ്ടതാണെന്ന് ഒരു ഉറപ്പ് അവന്റെ ഉള്ളിലുണ്ട്. അങ്ങനെ ചെയ്യില്ല. ഇത്ര നേരം വായിക്കാനൊന്നും അവൻ സമ്മതിക്കില്ലല്ലോ. എന്തു പറ്റിയാവോ? ദേവേന്ദ്രനും കൂടെ പറഞ്ഞതും ലച്ചു റയാൻഷിന്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ മുഖം അമർത്തി. വല്ലാത്തൊരു വേദന അവളുടെ ഉള്ളിൽ തോന്നുന്നുണ്ട്. എന്തിനെന്നറിയാത്തൊരു പേടി. നീ ഒന്ന് താഴേക്ക് വന്നേ. റയൻഷ് ഫോണിൽ രുദ്രനോട് പറഞ്ഞിട്ട് ഫോൺ ഓഫാക്കി. എന്തിനൊരു പേടി അവന്റെ മനസ്സിൽ നിറഞ്ഞിരുന്നു. അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ. എന്താടാ? ടീഷർട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് താഴേക്കിറങ്ങി വരുന്നതിന്റെ ഇടയിൽ രുദ്രൻ ചോദിക്കുന്നുണ്ട്. കുഞ്ഞു വന്നിട്ടില്ല, റയൻഷ് പറഞ്ഞു. രുദ്രൻ ഇതാണോ എന്ന പോലെ ഒന്ന് ശ്വാസം വലിച്ചു വിട്ട ശേഷം കയ്യിലുള്ള ടീഷർട്ട് ഇട്ടു. അതിനിപ്പോ എന്താ, അവര് വന്നോളും, വിളിച്ചു നോക്ക്. അവൻ അതിനെ നിസ്സാരമാക്കി പറയുന്നതിനൊപ്പം റയാഷിന്റെ നെഞ്ചിൽ മുഖം അമർത്തി തേങ്ങിക്കൊണ്ട് നിൽക്കുന്ന ലച്ചുവിനെ നോക്കി. രുദ്രന്റെ പുരികം ഒന്ന് ചൊളിഞ്ഞു. അവന്റെ കണ്ണുകൾ സുഭദ്രയിലേക്കും ദേവേന്ദ്രനിലേക്കും നീണ്ടു. കണ്ണുകൾ നിറഞ്ഞ ടെൻഷനം നിൽക്കുന്നവരെ കണ്ടപ്പോൾ അവനെ നെഞ്ചിടിച്ചു. നീ വാ, നമുക്ക് പോയി നോക്കാം. റയൻഷ് പറയുമ്പോൾ രുദ്രൻ തല കുലുക്കി. ലച്ചു പേടിയുടെ റയൻഷിന്റെ മുഖത്തേക്ക് നോക്കി. ഒന്നുമില്ല, അമ്മയുടെ കൂടെ ഇരുന്നോ, ഞാൻ കുഞ്ഞെ കുട്ടി വരാം. അവൾ നിറകിലൊന്ന് മൂത്തിയ ശേഷം ടീഷർട്ട് പിടിച്ച് അവളുടെ കൈ വിടുവിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു. ഷെൽഫിൽ നിന്നും കാറിന്റെ കീ എടുത്തുകൊണ്ട് രുദ്രനും അവന് പിന്നാലെ ഇറങ്ങി. നീ ഹരിയുടെ വലിച്ചിനെ ആരെങ്കിലും വിളിച്ചു നോക്കിയിരുന്നില്ലേ? കാറിലേക്ക് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രുദ്രൻ ചോദിച്ചു. വല്ലിച്ചന്റെ മൂത്തൊരു മകനുണ്ട്, അവന് വിളിക്കാം. അതും പറഞ്ഞുകൊണ്ട് റയൻഷ് ഫോണിൽ വിളിച്ചു. ഒരു 5 മിനിറ്റ് സംസാരിച്ചു ശേഷം ഫോൺ ഓഫാക്കി. അവരൊന്നും കണ്ടിട്ടില്ല റോഷ്നി അങ്ങോട്ട് പോയതെന്നും അവർക്കറിയില്ല. 10 മണിക്ക് ശേഷം ഹരിയുടെ കാർ പുറത്തേക്ക് പോയത് അവിടെ ആരോ കണ്ടിട്ടുണ്ട്, അല്ലാതെ അവർക്കൊന്നും അറിയില്ല. ഇപ്പോൾ വീട്ടിൽ ഹരിയും ഇല്ലെന്നാ പറയുന്നത്. ഉയർന്ന നെഞ്ചിടിപ്പോ റയൻഷ് പറയുമ്പോൾ രുദ്രൻ അവന്റെ മുഖത്തേക്ക് നോക്കി. അവർ നേരെ ഹരിയുടെ വീട്ടിലേക്കുള്ള യാത്ര തിരിച്ചു വരുന്ന വരവിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് അവിടെ രണ്ടുപേരുടെയും മനസ്സിൽ. കുറച്ച് മുന്നോട്ട് പോയതും റയൻഷിന്റെ കണ്ണുകൾ ഹരിയുടെ കാറിലായി പതിഞ്ഞു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു, നെഞ്ചിടിച്ചു. ഏട്ടാ. ചുറ്റും നോക്കി വണ്ടി ഓടിക്കുന്നതുകൊണ്ട് രുദ്രനും ആ കാർ കണ്ടിരുന്നു. റോഡിന്റെ ഓരം ചേർന്ന് പകുതിയും തകർന്നു കിടക്കുന്ന കാർ. രുദ്രൻ വിറയ്ക്കുന്ന കൈകളോടെ കാർ ഒതുക്കി. അവിടെയുള്ളവരോട് കാര്യം ചോദിച്ചു. പറഞ്ഞതുമൊക്കെ രുദ്രനാണ്. റയൻ തകർന്നു കിടക്കുന്ന കാറിലേക്ക് നോക്കി നിൽക്കുകയല്ലാതെ ഒന്നും ചെയ്തില്ല. ഒരു തരം മരവിപ്പ്. മുഖം തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മുഖത്തെല്ലാം ചോരയായിരുന്നു. ആ പയ്യന് ബോധം ഉണ്ടായിരുന്നു. വേദന കൊണ്ട് കരയുന്നു. ആ പെൺകുട്ടിയുടെ പേരെന്തോ വിളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പെൺകുട്ടിക്ക് ബോധം ഉണ്ടായിരുന്നില്ല. കൂട്ടത്തിൽ ആരോ പറയുന്നത് രണ്ടുപേരും നിറകണ്ണുകളോടെ കേട്ടു.
വണ്ടിയിൽ കയറ്റിയത് ഞങ്ങളൊക്കെ കൂടിയാ. പക്ഷെ ഏത് ഹോസ്പിറ്റലിലേക്കാണെന്ന് ഞങ്ങൾക്കറിയില്ല സാറേ. അന്നേരം വന്ന് ഏതോ വണ്ടിയിൽ കയറ്റി വിട്ടു. ഇടിച്ച കാർ നിർത്താതെ പോവുകയും ചെയ്തു. ആ കാർ റോങ് സൈഡ് കയറി വന്നതാ, അതും ഭയങ്കര സ്പീഡിൽ. അയാൾ പറയുമ്പോൾ രുദ്രനും റയാൻഷും ഒന്നും മിണ്ടാതെ കാറിലേക്ക് കയറി. രണ്ടുപേരും പരസ്പരം ഒന്നും മിണ്ടിയില്ല. വീട്ടിൽ എങ്ങനെ പറയും, ലച്ചുവിനോട് എങ്ങനെ പറയും? ആദ്യത്തെ ആ പകപ്പൊന്ന് മാറിയപ്പോൾ രണ്ടുപേരും കൂടെ ഫോൺ എടുത്ത് ഓരോരുത്തർക്ക് വിളിച്ചു. 10 മിനിറ്റിനുള്ളിൽ ഏത് ഹോസ്പിറ്റലാണെന്നുള്ള വിവരം കിട്ടി. പിന്നെ കാർ നേരെ ഹോസ്പിറ്റലിലേക്ക്. വീട്ടിലുള്ളവരൊക്കെ രണ്ടുപേരും മാറുന്നു. അവരുടെ വിളിയും പ്രതീക്ഷ ഉറങ്ങാതിരിക്കുന്നവരെ ആ ടെൻഷൻ്റെ ഇടയിൽ സങ്കടത്തിൻ്റെ ഇടയിലും അവർ ഒരുപോലെ ഓർത്തില്ല. അവരുടെ മനസ്സിൽ അവരുടെ പെങ്ങളും മളയിലും മാത്രം നിറഞ്ഞു നിന്നു.